ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. മുട്ട പൊരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 മുട്ടയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് കലക്കിയെടുക്കാം. ഇനി നമുക്ക് മുട്ട പൊരിക്കുന്നതിന് ആവശ്യമായിട്ടൊരു പാൻ അടുപ്പ് ചൂടാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കലക്കി വെച്ചേക്കുന്ന മുട്ട നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ഒരു വശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തീ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മുട്ട നമ്മളിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് നമുക്ക് ആവശ്യാനുസരണം ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കാം. ഏകദേശം ഒരേ വലിപ്പത്തിൽ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മുട്ട എല്ലാം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കുന്നതിന് ആവശ്യമായിട്ടൊരു പാൻ അടുപ്പ് ചൂടാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കീറിയത്, 1/2 കപ്പ് സവാള, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് നല്ലതുപോലെ ഒന്ന് മസാലയൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ മസാല ചെറുതായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുറിച്ച് വെച്ചേക്കുന്ന മുട്ടയിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി എല്ലാ മുട്ടയിലും മസാല നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മുട്ട വിഭവമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് കൂടി ഒന്ന് നോക്കുക.